വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ സർക്കാരിന്റെ നിലപാടുകൾ വീണ്ടും വിവാദ ചുഴിയിൽപ്പെടുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തുന്ന വൈരുദ്ധ്യവും നിറഞ്ഞ പ്രസ്താവനകളും കേന്ദ്ര നിയമം നടപ്പിലാക്കാനുള്ള ധൃതിയും ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി മാറുന്നു. വഖഫ് ഭേദഗതി നിയമത്തെ ചൊല്ലി UDF സർക്കാരും മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നത വീണ്ടും മറനീക്കി പുറത്തുവരികയാണ്. മുഖ്യമന്ത്രി സതീശന്റെ ഈ നിലപാട് UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തില്ലെന്നായിരുന്നു ലീഗ് അണികളോട് പറഞ്ഞിരുന്നത്. എന്നാൽ സർക്കാരിന്റെ ഒത്തുകളി കോടതിയിൽ പുറത്തു വന്നതോടെ ലീഗിന് ജനങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാത്ത അവസ്ഥയായി. മുൻപ് LDF സർക്കാരിന്റെ കാലത്ത് UDF നിയമിച്ച വഖഫ് ബോർഡിനെ കാലാവധി കഴിയും വരെ തുടരാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബോർഡിൽ അട്ടിമറി നടത്താനും വഖഫ് സ്വത്തുക്കൾക്ക് മേൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാനും UDF ശ്രമിക്കുകയാണെന്ന ഗുരുതര ആരോപണവും ഉയരുന്നുണ്ട്. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ബോർഡിൽ അമുസ്ലിം പ്രതിനിധികളെ നിയമിക്കുമെന്ന നിലപാടാണ് സർക്കാരിന്റെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലും സ്വീകരിച്ചത്. പുതിയ വഖഫ് നിയമത്തിലെ 14-ാം വകുപ്പ് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുമെന്ന നിലപാടിലേക്ക് സതീശൻ സർക്കാർ മാറിയത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുന്നുണ്ട്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നത് വഖഫ് നിയമത്തിന് എതിരാകുമെന്നും അത് കോടതിയിലുള്ള റിട്ട് ഹർജികളെ ദുർബലപ്പെടുത്തുമെന്നും വ്യക്തമാക്കി നിയമനം നടത്തിയിരുന്നില്ല. എന്നാൽ ഭരണം മാറിയതോടെ കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാർ അജണ്ടയ്ക്ക് UDF സർക്കാർ വഴങ്ങിക്കൊടുക്കുകയാണെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വസ്തുതാ വിരുദ്ധമായിരുന്നു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി തള്ളിയെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഹർജികൾ ഓഗസ്റ്റ് 25-ലേക്ക് മാറ്റിവെക്കുക മാത്രമാണ് കോടതി ചെയ്തത്. വഖഫ് എന്നത് ഇസ്ലാമിക വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണെന്നും അതിന്റെ ഭരണത്തിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ 14, 25, 26 അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാണെന്നും കാണിച്ച് സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കെയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു കള്ളപ്രചരണം നടത്തുന്നത്. കേസ് കോടതി തള്ളിയിട്ടില്ലെന്നിരിക്കെ സതീശൻ എന്തിനാണ് ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. രാജ്യത്ത് ആദ്യമായി വഖഫ് ഭേദഗതി വിജ്ഞാപനം ഇറക്കിയത് കേരളമാണെന്ന മുഖ്യമന്ത്രിയുടെ വാദവും നുണയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 2026 ഫെബ്രുവരിയിലാണ് കേരളം വിജ്ഞാപനം നടത്തിയത്. എന്നാൽ അതിനു മുൻപ് 2025 നവംബറിൽ തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കിയിരുന്നു. കോൺഗ്രസും ലീഗും അടക്കമുള്ള കക്ഷികൾ ദേശീയ തലത്തിൽ BJP-യുടെ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അതേ BJP നിലപാടിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ അമുസ്ലിങ്ങളെ നിയമിക്കണമെന്ന സംഘപരിവാർ വാദത്തെ ശരിവെക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ. അതേസമയം വഖഫ് ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയത് മുൻ നിലപാടുകൾ ശരിവെക്കുന്നതായിരുന്നു. ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച ഹൈക്കോടതി നടപടി റദ്ദാക്കപ്പെട്ടതോടെ ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ ചുമതല മാത്രമായി. എന്നാൽ വഖഫ് ബോർഡിന്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള ഗൂഢശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ്. ന്യൂനപക്ഷ അവകാശങ്ങളെയും വഖഫ് നിയമത്തിന്റെ അന്തസ്സത്തെയും ചോദ്യം ചെയ്യുന്ന നിയമ ഭേദഗതിയെ തടയുന്നതിന് പകരം അതിനെ വഴങ്ങിക്കൊടുക്കുന്ന UDF സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് വലിയ രീതിയിലാണ് വിമർശിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന് മുന്നിൽ ദാസ്യവേല ചെയ്യുകയും സ്വന്തം വീഴ്ചകൾ മറയ്ക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നുണപ്രചാരണം നടത്തുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിലപാടുകൾക്ക് എതിരെ കൂടുതൽ ജനരോക്ഷം ഉയരുകയാണ്.